ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളും മുന്നണികളും ചർച്ച ചെയ്യുന്നതാണ് പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ. അതിന് ചില വസ്തുതകളും ചിലർ നിരത്തുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് വലിയ രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ ഒരു മുന്നണിക്ക് അനുകൂലമാകുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അത് 1984 മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഓരോ മുന്നണിയും, ഇടതുമുന്നണിയും UDFും മാറി മാറി ലഭിച്ച വോട്ടിംഗ് ശതമാനങ്ങളെ ലിസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. അത് ചില മുന്നണികൾക്ക്, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം ഇന്ന് ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 71.16%. 2019 അവസാനത്തെ പോളിംഗ് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ട്. 2019 പോളിംഗ് ശതമാനം 77.84%. അതിൽ നിന്ന് ഇത്രയധികം 6% പോളിംഗ് ശതമാനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. ഈ കുറവ് വരുമ്പോഴാണ് ഈ അടുത്തടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം വച്ച് പല വിശകലനം ചെയ്യുന്ന നിലപാടുകളും വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ വലിയ തരത്തിൽ ആശങ്കയും മുന്നണികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാകുന്നത് UDFിനാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ 77.84% നിന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ശതമാനം 71.16% നിൽക്കുന്നു. ആ കുറവ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ 19 സീറ്റും നേടിയ UDFിൽ നിന്ന് തിരിച്ചു പോക്കുണ്ടാകുമോ എന്ന ഭയം UDFിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ പുതിയ തരത്തിലുള്ള വിശദീകരണമായി രംഗത്തെത്തിയത്. അപ്പോൾ ഇതല്ല ഇലക്ഷൻ കമ്മിറ്റി ഇത്രയും ഇലക്ഷൻ നടത്തുന്ന ആൾക്ക് അറിയില്ലായിരുന്നോ? വൈകുന്നേരം ഇലക്ഷൻ നീണ്ടുപോകും, വൈകുന്നേരം ക്യൂ ഉണ്ടാവും, രാവിലെ മുതൽ മിഷൻ കേടായിരുന്നു. അപ്പോൾ ഇലക്ട്രൽ ഓഫീസേഴ്സ് പറഞ്ഞു 6 മണിക്ക് വന്നവരെ ക്യൂവിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 6 മണിക്ക് വരും, ക്യൂ ഉണ്ടാകും എന്നറിയുന്നവർ രാവിലെ തന്നെ വിചാരിച്ചാൽ ലൈറ്റ് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഗൗരവതരമായ കാര്യവും കൂടിയാണ്. ഈ വോട്ടെടുപ്പുകൾ താമസം വന്നിരിക്കുന്ന ബൂത്തുകളിൽ ഞാൻ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഇന്നലെ സംസാരിച്ചു, എല്ലാ കാൻഡിഡേറ്റ്സിനോടും സംസാരിച്ചു. അവരെല്ലാവരും ഏകസ്വരത്തിലും പറഞ്ഞ കാര്യം, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം, ഈ ഡിലേ വന്ന ബൂത്തുകളിൽ 90% UDFിന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. 90% UDFിന് മേധാവിത്വമുള്ള ബൂത്തുകളായിരുന്നു. ഇത് കൂട്ടി വായിക്കേണ്ടത് ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്ക് ചെയ്യായിരുന്നു. ഇനി കണക്കുകളിൽ വസ്തുതയുണ്ടോ എന്ന കാര്യമാണ്. നമുക്ക് ചില കണക്കുകൾ 1984 മുതലുള്ള കണക്കുകൾ പരിശോധിക്കാം. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം 77.10% അന്നത്തെ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 13 സീറ്റ് ലഭിച്ചു, ലീഗിന് 2 സീറ്റ്, അങ്ങനെ 15 സീറ്റും നേടിയത് കേരളത്തിൽ. ആകെ 20 പാർലമെൻറ്റ് സീറ്റിൽ 15 സീറ്റ് നേടിയത് UDF ആയിരുന്നു. തൊട്ട് ഈ 84 പരിശോധിക്കുമ്പോൾ തന്നെ 1991 പോളിംഗ് ശതമാനം 73.3%. അന്നും UDF 16 സീറ്റ് പിടിച്ചു. അതായത് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഈ 2 ഘട്ടങ്ങളിലും UDF 16 സീറ്റ് പിടിച്ചു എന്നതാണ് ആ ഘട്ടത്തെ പരിശോധിക്കുമ്പോൾ. പക്ഷേ പിന്നീട് ഈ 2 ഘട്ടവും കഴിഞ്ഞതിന് ശേഷം അടുത്തടുത്ത ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. അതിൽ വ്യക്തമായി ചില കണക്കുകൾ, ചില സൂചകങ്ങൾ നമുക്ക് ലഭിക്കും. 1996 ആ 96 ഏകദേശം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് തുല്യമായ പോളിംഗ് ശതമാനം വന്നത്. ആ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 71.10%. ആ പോളിംഗ് ശതമാനത്തിൽ UDFിന് 10 സീറ്റും LDFിന് 10 സീറ്റുമായിരുന്നു. അതാണ് ഈ പറയുന്ന അവകാശവാദങ്ങളെ കൂടുതൽ ബലം നൽകുന്നത്. കാരണം വലിയ പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടാകുന്നില്ല. 72% താഴെ നിൽക്കുന്ന ഏകദേശം ഈ തെരഞ്ഞെടുപ്പിന് തുല്യമായൊരു പോളിംഗ് ശതമാനം. ഈ പോളിംഗ് ശതമാനത്തിൽ അന്ന് LDFിന് 10 സീറ്റ്, UDFിന് 10 സീറ്റ്. ഇനി 92 തെരഞ്ഞെടുപ്പ് പരിശോധിക്കാം. അന്ന് 70.70% അന്നത്തെ പോളിംഗ്. അന്നത്തെ കണക്കും ഏകദേശം തുല്യമാണ്. UDFിന് 11 സീറ്റ്, LDFിന് 9 സീറ്റ്. അങ്ങനെ നെക്ക് ഏകദേശം അടുത്തടുത്ത് വരുന്ന അവസ്ഥയിലേക്ക് 2 മുന്നണികൾക്കും ഒരേപോലെ 9 10 സീറ്റുകൾ ലഭിച്ച ഘട്ടങ്ങൾ ഈ പോളിംഗ് ശതമാനം ഉള്ളപ്പോഴാണ്. 1999 രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അപ്പോൾ 70.20% അന്നത്തെ പോളിംഗ് ശതമാനം. അപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ്: UDFിന് 11 സീറ്റുകൾ ലഭിച്ചു, LDFിന് 9 സീറ്റുകൾ ലഭിച്ചു. വലിയ വ്യത്യാസം വരുന്നില്ല. ഇതിന് തൊട്ടടുത്ത് വരുന്നൊരു തെരഞ്ഞെടുപ്പാണ് 2004. 2004 പോളിംഗ് ശതമാനം 71.20%.
അന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2004 19 സീറ്റും നേടിയത് LDF ആണ്. ഒരേ ഒരു സീറ്റാണ് UDF ലഭിച്ചത്. അത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. അന്ന് ലീഗിന് ലഭിച്ച ഒരേ ഒരു സീറ്റ് കൊണ്ട് UDF തൃപ്തിപ്പെടേണ്ടി വന്നു. അതിന് സമാനമായ വോട്ടിംഗ് പാറ്റേണുമുണ്ട്, അതിന് സമാനമായ പോളിംഗ് ശതമാനമുണ്ട്. അതുകൊണ്ടാണ് LDF നേതാക്കൾ പറയുന്നത് 2004 ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. 2009 വോട്ടിംഗ് ശതമാനം 73.5% വർദ്ധിക്കുന്നുണ്ട്. അന്ന് UDFന് 16 സീറ്റായി വർദ്ധിക്കുകയും ചെയ്തു. 2014 പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം 73.90% അപ്പോൾ UDFന് 12 സീറ്റായി. ഈ 16 നിന്ന് 12 സീറ്റായി കുറഞ്ഞു. LDFന് 8 സീറ്റ് കിട്ടി. ഇനി അവസാനത്തെ 2019 എടുക്കാം. ഈ കണക്കും ഇപ്പോൾ ഉണ്ടായ കണക്ക് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ശാസ്ത്രീയത ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. അത് 2019 77.84%. അന്നത്തെ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സാഹചര്യമാണ്. ആ സാഹചര്യം ഏവർക്കും അറിയാം. ശബരിമലയിൽ ബന്ധപ്പെട്ട കോടതി വിധി സർക്കാരിനെതിരായി മാറ്റുന്നു, വലിയ തരത്തിലുള്ള പ്രക്ഷോഭമുണ്ടാകുന്നു. ഒപ്പം തന്നെ വയനാട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന തരത്തിലുള്ള വലിയ പ്രചരണം നടത്തുന്നു. ആ പ്രചരണം നടന്ന വലിയ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഒഴുക്കുണ്ടാകുന്നു. ആ ഒഴുക്കിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിക്കുന്നു. അതായത് 77.84% വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് UDF കേരളത്തിൽ 19 സീറ്റും നേടിയത്. അതിനാൽ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായി ഭയപ്പെടേണ്ടത് UDF തന്നെയാണ്. അതിൽ LDF ഈ പറയുന്ന LDF മാത്രമല്ല, LDFിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, പ്രവർത്തകർ മാത്രമല്ല, ഈ ശാസ്ത്രീയ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ 70 മുതൽ 72 വരെ നിൽക്കുന്ന ഒരു ആവറേജ്, 84 മുതൽ തുടങ്ങി നമ്മൾ 2019 വരെ പരിശോധിക്കുമ്പോൾ ആ കണക്കിൽ ഏറെക്കുറെ തുല്യമായി 72-73% നിൽക്കുമ്പോൾ ഏറെക്കുറെ തുല്യമായി LDF UDF നിൽക്കുകയോ അല്ലെങ്കിൽ LDF മെജോറിറ്റി സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് ഈ ഘട്ടവും വ്യക്തമല്ല. കാരണം ഏത് തരം വോട്ടർമാരാണ് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാത്തത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ചില സൂചകങ്ങൾ നൽകുന്നുണ്ട്. ആ സൂചകങ്ങളിൽ UDFന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നുമുണ്ട്, LDFന് പ്രതീക്ഷ വർദ്ധിക്കുന്നുമുണ്ട്.